ടൈപ്സ് ഓഫ് ഡയബറ്റീസ്. ഡയബറ്റീസിൻ്റെ ടൈപ്സ് മെയിനായിട്ട് 3 ടൈപ്പ് ഡയബറ്റീസ് ആണ് ഉള്ളത്. ആദ്യമേ നമുക്ക് 2 നോക്കാം. ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും. ടൈപ്പ് 1 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതായത് നമ്മളെ രക്ഷിക്കാനുള്ള നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ പാൻക്രിയാസിനെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് പാൻക്രിയാസിൻ്റെ ഉള്ളിലുള്ള ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ബീറ്റാ സെല്ല്, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ബീറ്റാ സെല്ലിനെ ഈ ഓട്ടോ ഇമ്മ്യൂണായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ബീറ്റാ സെല്ല് നശിച്ചു പോയിട്ട് ഇൻസുലിൻ കുറഞ്ഞു പോകുന്നു. ഇൻസുലിൻ കുറയുന്നത് കാരണം പാൻക്രിയാസിൻ്റെ ബീറ്റാ സെല്ലിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഓക്കെ, ഇത് കൂടുതലും കണ്ടുവരുന്നത് ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഡിസോർഡറായിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ ജുവനൈൽ ഡയബറ്റിക് എന്ന് വിളിക്കും. ജുവനൈൽ ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റിക്. ഓക്കെ, ഈ ഡയബറ്റീസിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഇൻസുലിൻ ആയിരിക്കും. ഓക്കെ, ഇനി ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിനൊക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ടിഷ്യൂസ്, നമ്മുടെ സെൽസ്, നമ്മുടെ ശരീരത്തിലെ സെൽസിന് ഇൻസുലിനെ ഉപയോഗിക്കാനുള്ള കഴിവില്ല, റെസിസ്റ്റൻ്റ് ആയി പോവാണ്. ടിഷ്യൂസ് റെസിസ്റ്റൻ്റ് ആകുന്ന കാരണം ഉണ്ടാകുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 2. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് കൂടുതലും കണ്ടുവരുന്നത് 35 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ്. അതുകൊണ്ട് ഇതിനെ അഡൽട്ട് ഓൺസെറ്റ് എന്ന് വിളിക്കും. ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഡയറ്റ്, എക്സസൈസ്, ഫ്ലൂയിഡൊക്കെയാണ്. ഡയറ്റ്, എക്സസൈസ്, ഫ്ലൂയിഡ് കൺട്രോൾ ആയില്ലെങ്കിൽ, ഇത്രയും ചെയ്തിട്ടും കൺട്രോൾ ആയില്ലെങ്കിൽ മാത്രമേ ടാബ്ലറ്റിലേക്കും ഇൻസുലിനിലേക്കും ഒക്കെ പോകത്തുള്ളൂ. ബേസിക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഡയറ്റ്, എക്സസൈസ്, ഫ്ലൂയിഡാണ്. എന്നാൽ ടൈപ്പ് 1ൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻസുലിനാണ്. ക്ലിയർ അല്ലേ? ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് ജുവനൈലാണ്, ടൈപ്പ് 2 ഡയബറ്റീസ് അഡൽട്ട് ഓൺസെറ്റ് ആണ്. മൂന്നാമത്തെ ടൈപ്പാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലൈറ്റസ്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന ഡയബറ്റിക്കാണ്. പ്രഗ്നൻസി ടൈമിൽ ഹോർമോണൽ ചേഞ്ചസ് വരും. ഹോർമോണൽ ചേഞ്ചസ് വന്നാൽ മേ ബി ഒരു പക്ഷേ ശരീരം ഇൻസുലിനോട് റെസിസ്റ്റൻ്റ് ആയി പോകും, അല്ലെങ്കിൽ പാൻക്രിയാസ് ഇൻസുലിനെ പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യത്തില്ല. ഇത് സാധാരണയായിട്ട് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇത് തന്നെ അങ്ങ് മാറുവാണ് പതിവ്. എന്നാൽ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് പിന്നീട് ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റിക് വരാനുള്ള ചാൻസ് ഹൈ ആണ്.